നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം അതീവ ജാഗ്രതയിൽ. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷം. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ചേർന്നു. SSLC പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നാളെ ഉച്ചതിരിഞ്ഞ് 3-ന് ഫലം പ്രഖ്യാപിക്കും. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ കൊന്നു. കുണ്ടായി ചക്കിപ്പറമ്പ് ഉന്നതിക്ക് സമീപത്തെ പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ വട്ടത്തൊടി വീട്ടിൽ ഖദീജയുടെ കന്നുകുട്ടിയെയാണ് പുലി പിടിച്ചത്. പെരിഞ്ഞനത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പെരിഞ്ഞനം 4-ാം വാർഡിൽ തോട്ടുപുറത്ത് ബാലൻ മകൻ 21 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. പ്രസിദ്ധമായ കാട്ടാക്കാമ്പാൽ പൂരത്തിന്റെ കൊടിയിറങ്ങി. കാളി ദാരിക വാക്പോടിനും യുദ്ധത്തിനുമൊടുവിൽ ഓടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക നിഗ്രഹം നടത്തിയതോടെയാണ് ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ സൈനികർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് സെന്ററിൽ പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടറി KR ബൈജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല നഴ്സസ് വാരാചരണത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനൂപ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഐക്കരക്കുന്നിൽ വീടിന് സമീപത്തിരുന്ന ബൈക്ക് റോഡിന് കുറുകെയിട്ട് കത്തിച്ചതായി പരാതി. ഐക്കരക്കുന്ന് സ്വദേശി മുണ്ടോക്കാരൻ വീട്ടിൽ ആന്റണി ഫ്രാൻസിസിന്റെ ബൈക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 10-11 തീയതികളിലായി തൃശൂരിൽ നടക്കും. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സൈക്കിൾ സഞ്ചാരി AKA റഹ്മാൻ കൊടുങ്ങല്ലൂരിൽ അന്തരിച്ചു. എറിയാട് അയ്യാറിൽ കുടുംബാംഗമായ ഇദ്ദേഹം മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ചാവക്കാട് സംഘം ചേർന്ന് ഏറ്റുമുട്ടിയ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടേക്കാട് സ്വദേശികളായ മാനവ്, കൊട്ടുലുങ്ങൽ സുഹൈൽ, സാലിഹ്, ചാവക്കാട് സ്വദേശി അബി, കറുകമാട് സ്വദേശികളായ ജിംഷാദ്, മുഹമ്മദ് ഷെഹ്സിൻ, കറുകമാട് സുബൈർ, ബ്ലാങ്ങാട് സ്വദേശി അബ്ദുൾ ഹസീബ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ശനിയാഴ്ച സാമൂഹിക പരിവർത്തന സദസ്സ് സംഘടിപ്പിക്കും. ആമ്പല്ലൂർ ജംഗ്ഷനിൽ ലഹരിക്കെതിരെ നടത്തുന്ന സാമൂഹിക പരിവർത്തന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ മാവിൻ ചുവടിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു. മമ്മിയൂർ ശിവം വീട്ടിൽ സജിലിനാണ് പരിക്കേറ്റത്. കാഞ്ഞിരക്കോട് കൊരട്ടിയാം കുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ റോഡ് നിർമ്മാണത്തിനുള്ള മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നതായി പരാതി. SRS മെറ്റീരിയൽസിന് സമീപം കറുകപ്പുത്തൂർ സ്വദേശി രാധാകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത്. അംബേദ്കർ റൈറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കും. തൃശൂർ ജവഹർ ബാലഭവനിൽ ശനിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിനുള്ള പ്രസിദ്ധമായ ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ആശീർവദിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിന് പള്ളിയുടെ ആകൃതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച മെഴുകുതിരി സ്റ്റാൻഡുകൾ വഴിപാടായി ലഭിച്ചു. സോജൻ കുത്തൂരാണ് പള്ളിക്ക് ഇരുവശത്തും സ്ഥാപിക്കുന്നതിനായി ആധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച മെഴുകുതിരി സ്റ്റാൻഡ് വഴിപാടായി നൽകിയത്. മാള, വെണ്ണൂർ, ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ബലിയമ്പലം, ബലിക്കല്ല്, ഭജന മണ്ഡപം എന്നിവയുടെ സമർപ്പണം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. കേന്ദ്രമന്ത്രിയെ ക്ഷേത്രം സമിതി പ്രസിഡന്റ് TN പ്രകാശൻ നമ്പൂതിരി, TN മുരളീധരൻ നമ്പൂതിരി, ദീപു N മംഗലം, മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു.
ആക്ട്സ് എരുമപ്പെട്ടി ബ്രാഞ്ചിൽ സ്ഥാപക ദിനം ആചരിച്ചു. പ്രസിഡന്റ് കാവിൽ നാരായണൻ പതാക ഉയർത്തി. നാട്ടിക പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച MCFന്റെ ഉദ്ഘാടനം MLA CC മുകുന്ദൻ നിർവഹിച്ചു. പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നേതൃയോഗം ചേർന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ 13-ാം വാർഡിലെ ചൈതന്യ കുടുംബശ്രീയിലെ അംഗങ്ങൾ ബാംഗ്ലൂരിലേക്ക് നടത്തിയ വിമാനയാത്ര വേറിട്ട അനുഭവമായി. വാർഡംഗം ഷിമി ഗോപി, കുടുംബശ്രീ അംഗങ്ങളായ രമണി, സാവിത്രി, ഗീത എന്നിവർ നേതൃത്വം നൽകി. തിരുവില്ലാമല അവിൽ മില്ലിന് സമീപം റോഡരികിലെ മാവിന്റെ കൊമ്പ് കാറിന്റെ മുകളിലേക്ക് ഒടിഞ്ഞു വീണു. കോയമ്പത്തൂർ സ്വദേശി ബാബു ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മുള്ളൂർക്കരയിൽ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ച് വൈദ്യുതി തൂൺ തകർത്തു. കാർ യാത്രികർക്ക് പരിക്കേറ്റു. ഷൊർണൂർ ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ചെങ്ങാലൂർ ഹെൽത്ത് സെന്ററിൽ ഡോക്ടറുടെയും ഫാർമസിസ്റ്റിന്റെയും സേവനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തി. BJP പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ദുരൂഹ സാഹചര്യത്തിൽ ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ചൊവ്വന്നൂർ മീമ്പിക്കുളത്തിന് സമീപം താമസിക്കുന്ന പുതുക്കുളങ്ങര ബാലഗോപാലൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ടത്. സംയുക്ത ട്രേഡ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കൺവെൻഷൻ CITU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ KV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. ആക്ട്സിന്റെ സ്ഥാപക ദിന ആഘോഷത്തിന് തുടക്കം കുറിച്ച് ആക്ട്സ് ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ് പതാക ഉയർത്തി. വടക്കാഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ ആക്ട്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് CR വത്സൻ അധ്യക്ഷത വഹിച്ചു. സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടക്കും. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ നടക്കുന്ന അനുസ്മരണം നോവലിസ്റ്റ് VM ദേവദാസ് ഉദ്ഘാടനം ചെയ്യും. കോടാലി കാർഷികോൽപാദന സംഭരണ സംസ്കരണ വിപണന സംഘത്തിന്റെ നേതൃത്വത്തിൽ കടമ്പോടുള്ള 1 ഏക്കർ തരിശുനിലത്തിൽ വാഴകൃഷി ആരംഭിച്ചു. വാഴകൃഷിയുടെ വിത്തുനടിൽ ഉദ്ഘാടനം മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB നിർവഹിച്ചു. പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ നഴ്സസ് ദിനാഘോഷം വിവിധ പരിപാടികളോടെ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നിന്ന് 10.70 ലക്ഷം രൂപ ചിലവഴിച്ച് പട്ടികജാതി കലാവാദ്യ സംഘങ്ങൾക്കുള്ള വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.